ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിച്ചതോടെ താരങ്ങളുടെ പുതിയ വിശേഷങ്ങൾ അറിയാനുള്ള കാത്തിരിപ്പിലാണ് ബിഗ് ബോസ് പ്രേക്ഷകർ. പുറത്തു വന്നതിന് ശേഷം ജിൻഡോ, അർജുൻ, അഭിഷേക് തുടങ്ങിയ എല്ലാ താരങ്ങളും തന്നെ അഭിമുഖങ്ങളും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ജാസ്മിൻ മാത്രം ഇതേവരെ അഭിമുഖങ്ങൾ കൊടുത്തു കണ്ടിട്ടില്ല. തന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജാസ്മിനും ഉടൻ തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. പുറത്തു വന്ന ജാസ്മിൻ വീട്ടിൽ പോലും പോകാതെ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നോക്കാൻ ഏൽപ്പിച്ചിരുന്നത് വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സലിനായിരുന്നു. എന്നാൽ ഇടക്കാലത്ത് ഈ ബന്ധത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ജാസ്മിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുടെ പാസ്വേഡും മറ്റും ഇതിനകം മാറ്റപ്പെട്ടിരുന്നു. ഇതോടെയാണ് പ്രൊഫൈൽ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ജാസ്മിൻ പോലീസിനെ സമീപിച്ചത്. ഉടൻ തന്നെ ജാസ്മിന് തന്റെ പ്രൊഫൈലുകൾ തിരികെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ജാസ്മിൻ ആദ്യമായി പങ്കെടുത്ത ഒരു പരിപാടി നടന്നത് ഇന്നലെയായിരുന്നു. അപ്സരയുടെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടിയായിരുന്നു ജാസ്മിൻ എത്തിയത്. ജാസ്മിൻ മാത്രമല്ല, ബിഗ് ബോസ് മലയാള സീസൺ 6 ഒട്ടുമിക്ക താരങ്ങളും അപ്സരയുടെയും ആൽബിന്റെയും സുഹൃത്തുക്കളും പരിപാടിക്ക് എത്തിയിരുന്നു. ഗബ്രിയുടെ പാട്ടുമുണ്ട്. അതേസമയം അപ്സരയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് ജാസ്മിൻ സുഹൃത്തുക്കൾക്കപ്പുറം യൂട്യൂബ് ചാനലുകളോടോ മറ്റോ പ്രതികരിക്കാൻ തയ്യാറായില്ല. അപ്സരേച്ചി അടിപൊളിയാണ്, സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ്, ബിഗ് ബോസ് ടോപ്പ് 5 എത്താൻ അർഹതയുള്ള ഒരാളായിരുന്നു, എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോയതെന്ന് എനിക്കറിയില്ല. അപ്സരേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നും സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു എന്നൊക്കെയായിരുന്നു ജാസ്മിൻ പറഞ്ഞത്. അതേസമയം ജാസ്മിൻ ഷോയിൽ 3-ാം സ്ഥാനമാണ് ലഭിച്ചതെങ്കിലും ശരിക്കും അർഹിച്ചത് 1-ാം സ്ഥാനമാണെന്ന് കുറേയധികം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് കേട്ടോ. ആത്യന്തികമായി ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ ആണ്. അവിടെ ഒരാൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നതാണ് പ്രധാനം. ആദ്യ ദിവസം മുതലുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഷോയുടെ നിർവചനത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ജാസ്മിന്റെ ജേണിയാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ഡേ 1 മുതൽ ഹൗസിൽ നിറഞ്ഞു നിന്ന ആളാണ് ജാസ്മിൻ. 100 ദിവസം തികയുമ്പോഴും സംശയം ഏതുമില്ലാതെ 100% ഗെയിമറാണ് ജാസ്മിൻ എന്ന് പറയാൻ സാധിക്കും. അർഹതയുള്ളവരുടെ അതിജീവനം എന്നാണല്ലോ ഒരു തരത്തിൽ ഷോയുടെ ഘടന തന്നെ. അങ്ങനെ നോക്കുമ്പോൾ ആദ്യ ദിവസം മുതൽ ഒറ്റപ്പെടുത്തൽ, അവഗണന എന്നിങ്ങനെ പലതരത്തിൽ ഹൗസിന് പുറത്തും അകത്തും പ്രതിസന്ധികൾ നേരിട്ട ആളാണ് ജാസ്മിൻ. ഹൗസിനകത്ത് അവൾ സമാനതകളില്ലാത്ത പരിഹാസത്തിനും ഇകഴ്ത്തലുകൾക്കുമൊക്കെ ഏറ്റവും ശക്തമായി നേരിട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ നേരിട്ട അത്രയും സൈബർ ബുള്ളിംഗ് ഇന്നവരെ ഒരു മത്സരാർത്ഥിക്ക് നേരെ ഉണ്ടായിട്ടുണ്ടോ എന്നും സംശയമാണ്. പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്, ഒഴുക്കിനൊപ്പം നീന്തിയാൽ മതി. പക്ഷെ പൊതുബോധം സൃഷ്ടിക്കുന്ന തിന്മയ്ക്കെതിരെ നിൽക്കാൻ അസാമാന്യ ഇച്ഛാശക്തി തന്നെ വേണം. അതുതന്നെയാണ് ജാസ്മിനിൽ ഉള്ളതെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.